إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കിടിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തഖ്വ മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാനും ഈമാൻ കിട്ടി മരിക്കുവാനും ബർസഖിൽ രക്ഷപ്പെടുവാനും പരലോകത്ത് ഒന്നാമതായിക്കുള്ള സ്വർഗത്തിലെത്താനൊക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും എല്ലാ നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യപ്പെടുത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മഹത്തരമായ സ്വഭാവ ഗുണമാണ് വിനയം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ എന്റെ അടിമകൾ അഥവാ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ അടിമകൾ എന്ന ഒരു വിശേഷണം നൽകി അവരുടെ ക്വാളിറ്റികൾ വിശദീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി എണ്ണിയത് എന്താണെന്നറിയുമോ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാഹുവിന്റെ അടിമകൾ എന്ന ആ മഹത്തരമായ സ്ഥാനം അലങ്കരിക്കുന്ന ഇഷ്ടപ്പെട്ട അടിമകൾക്ക് ഒന്നാമതായി കൊണ്ട് അള്ളാഹു വകവെച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി, അവർ ഭൂലോകത്തു കൂടെ വിനയത്തോടുകൂടെ നടക്കുന്നവനായിരിക്കുമെന്നതാണ്. യഥാർത്ഥത്തിൽ തവാലുഅ് എന്നാണ് അറബി ഭാഷയിൽ വിനയത്തിന് പറയുക.
ആ പദം എവിടുന്ന വന്നതെന്ന് അറിയോ? വള എന്ന് പറഞ്ഞാൽ വെച്ചു കൊടുക്കണേന്ന് പറയാം. ഒരു സംഗതി വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? താഴ്മയെ സൂചിപ്പിക്കുന്നതാണ്, അല്ലേ? ആ ഒരു താഴ്മയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ വിനയം എന്ന പദത്തെ പോലും അറബി ലോകത്തെ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് വിനയം എന്ന് പറയുന്നത്? മഹാരഥന്മാരായ പണ്ഡിതന്മാർ വാചാലമായി കൊണ്ട് വിശദീകരിച്ചു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹ് പറഞ്ഞ ആ ക്വാളിറ്റി നമ്മൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട സംഗതി നമ്മൾ ഉണ്ടോ എന്നുള്ളത് ഈ 4 പേര് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അവർ പറഞ്ഞു, മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടു, അനി തവാളു, എന്താണ് വിനയം? അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, യഹ്ലഉ ലിൽ ഹഖ്, ഒരു മനുഷ്യൻ അവർക്ക് സത്യം ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ മാനദണ്ഡം അതാണ്. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മാനദണ്ഡം മാറ്റിവെച്ച് ബോധ്യപ്പെട്ട സത്യത്തിന്റെ പിന്നാലെ അവൻ പോകുന്നുണ്ടോ? യഹ്ലഉ ലിൽ ഹഖ് വയൻഖാദു ലഹു വയഖ്ബലഹു മിമ്മൻ ഖാല, അത് ആര് പറയട്ടെ, ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ റെഡിയാണോ? അദ്ദേഹം ആര് പറഞ്ഞാലും എന്നതിന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, വലൗ സമിഅഹു മിൻ സബിയ്യിൻ ഖബലഹു, ഒരു ചെറിയ കുട്ടി വന്നിട്ടാണത് പറഞ്ഞതെന്ന് കൂട്ടുക. അവൻ പറഞ്ഞതാണ് കാര്യമെങ്കിൽ ഈ ആരെന്നോട് ചോദിക്കാൻ എന്ന മൈൻഡില്ലാതെ ബോധ്യപ്പെട്ട അവൻ പറഞ്ഞത് ശരിയാണല്ലോ, സംഗതി ഇന്നേക്കാൾ എത്രയോ ചെറുതാണ്, പക്ഷെ അവന് പറഞ്ഞതാണ് ശരി എങ്കിൽ അത് സ്വീകരിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടോ? അവനിക്ക് വിനയമുള്ളൂ എന്നാണ്. വലൗ സമിഅഹു മിൻ അജ്ഹലിൻ നാസി ഖബലഹു, പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? നാട്ടിൻ പുറത്തെ ഏറ്റവും വലിയ അവിവേകിയായ മനുഷ്യൻ, സാധാരണഗതിയിൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും അവിവേക പറയാറുള്ളൂ, പൊട്ടത്തരം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അങ്ങനെ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. പക്ഷെ ഈ വിഷയം ഇദ്ദേഹം സാധാരണ അവിവേകം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ പറഞ്ഞത് ശരിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് പോലും എടുക്കാനുള്ളൊരു മൈൻഡും മനസ്സ് കാണിക്കുന്നവനെ വിനയമുള്ളൂ എന്ന് അവർ നമ്മളെ ക്ലിയർ ആയിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉണ്ടോ നമ്മളിൽ ആ ഗുണം? അള്ളാഹു ആദ്യമായിക്കൊണ്ട് വിശ്വാസിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച കാര്യമാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഏതെല്ലാം രംഗങ്ങളിൽ നമ്മൾ പ്രത്യേകം വിനയമുള്ളവനാകണമെന്ന് പഠിപ്പിച്ചാൽ ഒന്ന്, സ്വന്തത്തോട് വിനയം ഉണ്ടാകണമെന്നാണ്. എന്താ സ്വന്തത്തോട് വിനയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ എത്രയോ ചെറുതാണെന്ന ബോധം. എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന ബോധം. ഒരുപക്ഷെ സജീവമായി ദഅ്വാ രംഗത്തുണ്ടാകാം, ഇബാദത്തിനൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകാം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ചില ആളുകളെ കാണുമ്പോൾ അവനേക്കാളൊക്കെ എത്രയോ മുകളിലാണല്ലോ ഞാൻ എന്ന ഒരു ഖ്യാതി നമ്മൾ നമുക്ക് വേണ്ടി വെച്ചു കൊടുക്കരുതേ സുഹൃത്തുക്കളെ. അങ്ങനത്തെ ഒരു മൈൻഡേ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മുൻഗാമികളെ കരയിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? നമ്മളെക്കാളൊക്കെ എത്രയോ വേഗതയിൽ സ്വർഗത്തിന് വേണ്ടി എല്ലാ രാവും പകലും അധ്വാനിച്ച മുൻഗാമികൾ കരഞ്ഞ ചില വിഷയങ്ങളുണ്ട്. അല്ലെ, ഏതാണെന്നറിയോ? ഒന്ന്, قال بعض السلف لو اعلم ان الله قبل مني تسبيحه, ഞാൻ പറഞ്ഞ ഒരു സുബ്ഹാനല്ലാഹ് എന്നൊരു വാക്ക് എന്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്കെങ്ങാനും അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ലതമന്നൈതു അൻ അമൂത അൽആന, ഇപ്പോൾ ഞാൻ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നതാണ്. എന്തേ മരണത്തെ ആഗ്രഹിക്കാത്തത്? ഞാൻ ചെയ്തതൊന്നും ശരിയായിട്ടുണ്ടാകില്ലെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടായെന്നാ. ഒരു സുബ്ഹാനല്ലാഹ് പോലും നമ്മൾ ചെയ്ത് സ്വീകരിച്ചു എന്ന് ദുനിയാവിന്റെ മുകളിൽ പറയാൻ സുഹൃത്തുക്കളെ നമുക്ക് എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് എന്തെല്ലാം നന്മകൾ ചെയ്യുമ്പോഴും ഈ സാധുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലാഹ് ഒരുക്കി വെച്ച സ്വർഗം നേടാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല എന്ന് നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിക്കണമെന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് വിനയം വേണ്ടത് ഏത് മേഖലയിലെന്നറിയും? അറിവ് സമ്പാദിക്കുന്ന വിഷയത്തിലാണ് സുഹൃത്തുക്കളെ. അറിവെപ്പളാ കിട്ടുക? അത് ആര് പറഞ്ഞാലും, അത് എത്ര ചൊറിയാനാണ് പറയുന്നതെങ്കിലും സ്വീകരിക്കാൻ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. എത്ര പ്രായത്തിന് താഴെയുള്ള ആളാണ് അവൻ പ്രമാണങ്ങൾ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഈഗോ ഇല്ലാതെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ അത്രയൊന്നും ചിലപ്പോ അവൻ പിന്നെ വയസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളത്ര എക്സ്പീരിയൻസ് ഒന്നും ഒരു പക്ഷെ അവനക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ പറഞ്ഞത് അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്നാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായത്തിലിരിക്കുന്ന സമയത്ത് പോലും നല്ല വലിയ സ്വഹാബാക്കൾ മാത്രം ഇരിക്കുന്ന വൈജ്ഞാനിക സദസ്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇൽമിനാണ് അവർ സ്ഥാനം കൊടുത്തത്, അദ്ദേഹത്തിന്റെ അറിവിനാണ് അവർ സ്ഥാനം കൊടുത്തത്.
അദ്ദേഹം പ്രത്യേകം വലിയ സ്വഹാബാക്കൾ ഇരിക്കുന്ന മജ്ലിസിൽ അദ്ദേഹത്തെ ഇരുത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുഅത്തസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അത്തവാലുഉ ഫീ ത്വലബിൽ ഇൽമി അക്സറുഹും ഇൽമ, അൽ മുതവാലിഉ ഫീ ത്വലബിൽ ഇൽമി അക്സറുഹും ഇൽമ. ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടാന്നറിയോ? ഏറ്റവും കൂടുതൽ വിനയമുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടാന്നുള്ളതാണ്. കാരണം വിനയുള്ള ആളുകളാണ് എന്തിലൊക്കെ പോയി ചോദിക്കൊള്ളൂ. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞെന്നറിയോ? കമാ അന്നൽ മകാനൽ മുൻഖഫൽ അക്സറുൽ ബുഖാഇ മാഅ. ഈ വളഞ്ഞ കുറച്ച് കുണ്ടുള്ള ഭാഗത്താണല്ലോ ഏറ്റവും കൂടുതൽ വെള്ളം നിൽക്കുക, അല്ലെ? ഇങ്ങനെയുള്ള സ്ട്രൈറ്റ് ആയി നിൽക്കുന്ന സമയത്ത് എവിടെയും വെള്ളം നിൽക്കും. വെള്ളം ശേഖരിക്കണമെങ്കിൽ കുണ്ടുള്ള പാത്രമാകണം. അപ്പൊ കുറച്ചൊക്കെ താഴെയുള്ള മനസ്സുണ്ടെങ്കിൽ ഇൽമു കിട്ടുകയുള്ളൂ എന്ന് അദ്ദേഹം പറയാണ്. മഹാന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ജഹ്ലു ദവാഉഹു സുആലുൽ ഉലമാഇ. അജ്ഞതക്കുള്ള പരിഹാരം എന്താണെന്നറിയോ? മരുന്ന് എന്താണെന്നറിയോ? അത് അറിയുന്ന ആളുകളോട് പോയി ചോദിക്കാന്നാ പറഞ്ഞു. തന്നേക്കാൾ പ്രായം കൂടുതലുള്ള ആളോടൊന്നല്ല പറഞ്ഞു. അറിവ് ആരോടത്താണുള്ളത്? അറിവ് ആരടുത്താണുള്ളത് അവിടെ ചോദിക്കാൻ. സുഹൃത്തുക്കളെ, ഒന്നും നമുക്ക് തടസ്സമാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടെങ്കിലേ നമ്മൾ വിനയമുള്ള മനുഷ്യനെന്ന് പറയുന്ന അർത്ഥമുള്ളൂ എന്നാണ്. മൂന്നാമത്തെ കാര്യം, ആളുകളോട് ഇടപഴകുമ്പോഴാണ് നമുക്ക് വിനയമുണ്ടാകേണ്ടത്. ആരെയും സുഹൃത്തുക്കളെ വേർതിരിച്ച് കാണരുത്. ഓരോരുത്തർക്കും അർഹിക്കുന്ന പരിഗണന കൊടുക്കാൻ നമുക്ക് കഴിയണം. ഓരോരുത്തരുടെയും കഴിവുകൾ വിഭിന്നമാണ്. എല്ലാവരിൽ നിന്നും എല്ലാം പ്രതീക്ഷിക്കരുത്. അതിങ്ങനെ സംഗതി ഉണ്ടാവില്ല. ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന സംഗതി തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന പറഞ്ഞ് നടക്കുമോ? നമുക്ക് കൊടുക്കാൻ കഴിയോ അവരന്മാർക്ക്? പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുക? അതുകൊണ്ട് ഓരോരുത്തരുടെയും ആ ഒരു കഴിവിനെ നമ്മൾ മനസ്സിലാക്കി അവന്റെ സ്ഥാനത്തെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. അവൻ ഒരു മേഖല ഒരു പക്ഷേ താഴെയായിരിക്കും, പക്ഷെ മറ്റൊരു മേഖല അവൻ ഏറ്റവും ഉഷാറായിരിക്കും. അവിടെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. ഒരു പെരുമ സുഹൃത്തുക്കളെ നമുക്ക് ഉണ്ടാകരുത്. പെരുമ നടിക്കുന്ന ഏർപ്പാട് നമ്മളെടുത്തുണ്ടാകാൻ തന്നെ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാലഉ ഹത്താ ലാ യഫ്ഖർ അഹദുൻ അലാ അഹദിൻ. അള്ളാഹു എനിക്ക് ബോധനം നൽകിയിരിക്കുന്നു, വഹ്യ് നൽകിയിരിക്കുന്നു. എന്താ ബോധനം? എന്താ വഹ്യ്? നിങ്ങൾ പരസ്പരം വിനയത്തോടുകൂടെ നടക്കണം കേട്ടോ. ഹത്താ ലാ യഫ്ഖർ അഹദുൻ അലാ അഹദിൻ. ഒരാളും ഒരാളേക്കാൾ പെരുമ നടിക്കുന്നൊരു സാഹചര്യം ഉമ്മത്ത് മുഹമ്മദിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കൊക്കെ സുഹൃത്തുക്കളെ എന്താണ് പെരുമ നടിക്കാൻ മാത്രമുള്ളത്? ഒക്കെ റബ്ബ് തന്നതല്ലേ അടുത്തുള്ളൂ. അള്ളാഹു നമുക്ക് നൽകിയ ഔദാര്യമല്ലാത്ത വേറെ എന്തെങ്കിലും നമ്മുടെ അടുത്തുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ പെരുമ നടിക്കാത്ത മനുഷ്യന് നാളെ പരലോകത്ത് കഴിവുണ്ടായിട്ടും പെരുമ നടിക്കാതെ മുന്നോട്ട് പോയ മനുഷ്യന് നാളെ പരലോകത്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, മൻ തറക്കൽ ലിബാസ തവാലുഅൻ ലില്ലാഹ് വഹുവ യഖ്ദിറു അലൈഹി ദഅാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിഖി ഹത്താ യുഖയ്യറു മിൻ അയ്യി ഹുലലിൽ ഈമാൻ ശാഅ യൽബിസുഹാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. നല്ല കഴിവുണ്ട്, ഏറ്റവും അത്യാഡംബര പിന്നെ ഡ്രസ്സുകൾ വാങ്ങാനൊക്കെ കഴിവുണ്ടായിട്ടും താനിങ്ങനെ നോക്കിയപ്പോ അത്രയും മുന്തിനൊന്നും ധരിക്കുന്ന ആളുകളൊന്നുമില്ല. അപ്പൊ സമൂഹത്തിന്റെ അടുത്ത് സമൂഹം ഒരു ആവറേജ് ലെവൽ എന്താണ് ധരിക്കുന്നത് അത് മാത്രം ധരിച്ചു. ഏറ്റവും നല്ല രൂപത്തിൽ ധരിക്കാനുള്ള കഴിവുണ്ടായിട്ടും ഞാൻ അങ്ങനെയൊക്കെ ധരിച്ച് നടന്നു കഴിഞ്ഞാൽ ആളുകൾ ഇന്നെങ്ങനെ നോക്കും, ഞാൻ വലിയൊരു സംഭവമായി മാറും. അത് വേണ്ട, ആ ഒരു പെരുമ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കഴിവുണ്ടായിട്ടും സാധാരണ ഒരു ആവറേജ് ലെവലിലുള്ള വസ്ത്രമിട്ട് നടന്ന ഒരാളെ കുറിച്ച് അല്ലാഹു റസൂൽ പറയാണ്, അദ്ദേഹത്തെ നാളെ പരലോകത്ത് ഇങ്ങനെ കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം അണിയിച്ചു കൊടുക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സുഹൃത്തുക്കളെ, പെരുമക്ക് കഴിവുണ്ടായിട്ടും നടിക്കാതിരിക്കുന്നത് ആർക്കേ കഴിയൂ? വിനയമുള്ളവനിക്ക് കഴിയൂ എന്നതാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ആര് വിളിച്ചാലും ഉത്തരം നൽകുന്നതായിരുന്നു പ്രവാചകന്റെ സ്വഭാവം. അവിടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇന്നിടത്തേക്കേ ഞാൻ പോകൂ, ഇന്ന വിഭവങ്ങളുണ്ടെങ്കിലേ ഞാൻ പങ്കെടുക്കൂ, ഇന്നൊരു വിളിച്ചാലേ ഞാൻ എത്തൂ, ഇന്ന ഇത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്റെ സാഹിത്യം അവിടെ ഉണ്ടാകുന്നേ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ജാതി തലക്കനും കൊമ്പൊന്നും നമുക്കാർക്കും വേണ്ട സുഹൃത്തുക്കളെ. അത്രയൊന്നും വലുതാകാൻ നമ്മളാരും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റസൂൽ പറയാണ്, ആ നാട്ടിൻപുറത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പിന്നെ ഈ പാവപ്പെട്ട ആളുകൾ സദ്യക്ക് വിളിച്ചു കഴിഞ്ഞാൽ അന്നുണ്ടാകുക ഈ പിന്നെ കുളമ്പിന്റെ താഴ്ഭാഗത്തേക്കുള്ള ഇറച്ചി കിട്ടുന്ന വളരെ കുറച്ചു ഭാഗം മാത്രം ഇറച്ചി കിട്ടുന്ന ഒരു മാംസമുണ്ട്.
അതുണ്ടാക്കിയിട്ട് എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അജിബ്തു, ഞാൻ ഉത്തരം നൽകുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ മാതൃകയാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? തന്നേക്കാൾ താഴെ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കൊരു വിനയം ഉണ്ടാകണം. അതെങ്ങനെ തന്നേക്കാൾ താഴെ നിലവാരത്തിൽ കാണുമ്പോൾ വിനയം ഉണ്ടാകുക? റബ്ബ് നമുക്ക് നൽകിയതിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. ഓരോ ലോ ലെവലിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ അതിനേക്കാൾ ഹൈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്കൊരു അഹങ്കാരകം കിബറൊക്കെ വേറെ വരാനുണ്ട്. അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട എന്താണെന്നറിയോ? ഹാദാ ബിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. അല്ലേ? എത്രയോ ആഡംബരങ്ങൾ നൽകിയ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യൻക്കും പിന്നെ ഒരു ലോകത്തും ലഭിക്കാത്ത അത്രയും അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഇതൊക്കെ എന്റെ ചോര നീരാക്കി ഞാൻ എടുത്തതോ, എന്റെ പവർ കൊണ്ട് നേടിയതോ, എന്റെ സമ്പാദ്യം കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ വെട്ടിപ്പിടിച്ചതോ ഒന്നൊന്നല്ല. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അതൊരു വിനയാണ് സുഹൃത്തുക്കളെ, അതൊരു വിനയാണ്, ശുക്റാണ്. എന്തിനാ അത് തന്നത്? ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്. ഈ നിഅമത്തുകൾ നൽകിയ നീ അള്ളാഹുവിനെ ധിക്കരിക്കുമോ, അതല്ല നന്ദി കാണിക്കുമോ, നന്ദികേട് കാണിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നാം ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ആരാധനയുടെ വിഷയത്തിൽ പോലും പാടില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ചില ആളുകളൊക്കെ പല ആളുകളും എഴുതി തള്ളിയിട്ടുണ്ടാവും. അവിടെ നിന്ന് നോക്കുമ്പോ അദ്ദേഹമൊക്കെ നരകാവകാശിയാണ്, ഒന്നുമില്ലല്ലോ അവന്റെ അടുത്ത് എന്ന് പറയാം പല ആളുകളെ കുറിച്ചിട്ട്. സുഹൃത്തുക്കൾ, ഒരാളെ കുറിച്ചിട്ട് നമ്മൾ ഒരാളെ കുറിച്ചിട്ട് ഒരു ഒപ്പിട്ട് കൊടുക്കരുത്. അദ്ദേഹം നരകാവകാശിയാണ് എന്ന് നമ്മൾ ഒരാളെ കുറിച്ചും പറയാൻ പാടില്ല. നല്ല നിലക്ക് ഇബാദത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചും, രണ്ട് മനുഷ്യന്മാരാ, രണ്ടാളും കൂട്ടുകാരാ. ഒരാൾ നല്ല നിലക്ക് അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാ. രണ്ടാമത്തെ ആളാണെന്നുണ്ടെങ്കിലോ ഒരു നിലക്കും അള്ളാഹുവിന്റെ ഒരു വിധിയും വിലക്കും മാനിക്കാതെ ജീവിക്കുന്ന ഒരാളെ കുറിച്ച് അള്ളാഹു റസൂൽ പറയുന്നുണ്ട്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നല്ല നിലക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആള് പറയാണ്, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാൻ, അള്ളാഹു ആണേ സത്യം, ഈ മനുഷ്യനക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. നമ്മളുണ്ടാവില്ല പലപ്പോൾ ചില ആളുകളെ കാണുമ്പോ ഇവരെന്നൊക്കെ കണക്കാ, ഒക്കെ കഴിഞ്ഞിക്കണേ, അത് നരകക്കൊള്ളിയായിട്ട് ജീവിക്കുക. സുഹൃത്തുക്കൾ, ഒരാളെയും അങ്ങനെ അവിടെ അടച്ചാക്ഷേപിച്ച് പറയരുത്. അള്ളാഹു ഏത് സമയത്താ അവനക്ക് ഹിദായത്ത് കൊടുക്കാൻ നമ്മളാക്കാരെങ്കിലും പറയാൻ പറ്റും? നമുക്ക് കിട്ടിയ ഹിദായത്ത് എപ്പോഴാ പിൻവലിക്കപ്പെടാൻ നമുക്ക് പറയാൻ പറ്റും? അദ്ദേഹം പറയാണ്, അള്ളാഹു ഒരിക്കലും മനുഷ്യനക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇവരെ നാളെ പരലോകത്ത് പിടിക്കുന്നുണ്ട് റബ്ബ്. എന്നിട്ട് പറയാണ്, വഇന്നല്ലാഹ തആല ഖാല മൻ ദല്ലദി യതഅല്ല അലൈഹി അൻ ലാ അഗ്ഫിറു ലിഫുലാൻ. അള്ളാഹു വളരെ ഗൗരവ സ്വഭാവത്തിൽ അവരോട് ചോദിക്കും, ഞാൻ അവൻക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നീ ആരാ? എന്റെ അധികാരത്തിൽ കൈവച്ചുകൊണ്ട് സംസാരിക്കാൻ നിങ്ങളാരാ? ഫഇന്നീ ഖദ് ഗഫർതു ലിഫുലാൻ, ഞാൻ ഇന്ന ആൾക്ക് ഈ മനുഷ്യനക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. നിന്റെ അമലുകൾ ഞാൻ പൊളിച്ചിരിക്കുന്നു എന്ന് പറയുമെന്നാണ്. എന്നിട്ട് ആ മനുഷ്യൻ സ്വർഗത്തുക്കും ജീവിതം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ഈ മനുഷ്യൻ നരകത്തുക്കും പോകേണ്ട ഗതികേടിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സുഹൃത്തുക്കളെ, അമലിൽ മുൻപന്തിയിൽ എത്തുന്നവർക്ക് പോലും ഈ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, സമ്പത്ത് അധികരിക്കുമ്പോഴാണ് നമുക്ക് പിന്നീട് ഉണ്ടാകേണ്ട വിനയം. ഏതാ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നൽകിയതാണെന്ന ഓർമ്മ വേണം നമുക്ക്. ചോദിച്ചു വരുന്നവൻക്ക് എന്റെ സമ്പത്തിൽ ഓഹരി, എന്റെ ഔദാര്യം എന്നുള്ള നിലക്കല്ല, അവന്റെ അവകാശം എന്നുള്ള നിലക്ക് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, അല്ലെ? ചോദിച്ചു വരുന്ന ആളുകൾക്ക് ഒരു വിഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവകാശികൾക്ക് കൊടുക്കേണ്ടതാണ് സ്വതക്കയും അതേപോലെ സക്കാത്തും ഒക്കെ. അതൊന്നും നമ്മുടെ ഒരു പവർ കാണിക്കാനോ നമ്മുടെ ഒരു ഔദാര്യം കണക്കെ കൊടുക്കാനോ അതിന്റെ ഒരു ക്രെഡിറ്റോ അതിന്റെ ഒരു പോപ്പുലാരിറ്റിയോ ഒന്നും നമ്മൾ ആരും പോക്കറ്റിൽ ഇടേണ്ട ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. അതൊക്കെ പടച്ചറപ്പ് നമ്മുടെ കൈകൾ തൽക്കാലം ഏൽപ്പിച്ച മുതല. എന്തുണ്ടാക്കിയാൽ എന്താ, എന്തൊക്കെ ഉണ്ടാക്കിയാലും പാവപ്പെട്ടവനും പിന്നെ നല്ല സമ്പത്തുള്ള ഒരാളും പോകുമ്പോ ഒരുപോലെയല്ലേ പോകുക. ആ മൂന്ന് തൊണ്ടം തുണിയല്ലാതെ ഒരു ഒറ്റ അധികം എടുക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു സമ്പത്തൊക്കെ കാര്യമായിട്ട് കൈകളിലേക്ക് വരുമ്പോൾ അള്ളാഹുലേക്ക് ഒരു വിനയം പ്രകടിപ്പിച്ച് നന്ദിയിൽ അടിമയായിക്കൊണ്ട് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന്. ആറാമത്തെ വിഭാഗം എന്താണെന്നറിയോ? നമ്മളൊരു നേതൃത്വത്തിൽ ഇരിക്കുമ്പോഴാണ്, നമ്മൾ വലിയൊരു ഒരു ഉന്നതമായ സ്ഥാനത്ത് ഒരു ജോലിയാകാം, എന്തുമാകാം. അപ്പൊ നമ്മളടുത്ത് ഇങ്ങനെ ഒരാൾ വന്നിട്ട് പേപ്പർ ഇതൊന്നും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വലിയ സംഭവം, അവനെങ്ങനെ ഒരു നടത്ത് നടക്കേണ്ടവന് 10 തവണ നടത്തിക്കുക. സുഹൃത്തുക്കളിൽ വിശ്വാസിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതൊന്നും
ചെയ്യുന്നത് വലിയ അന്യായമാണ്. നിനക്ക് പോകാനുള്ളത് നരകത്തിലേക്കാണ് ആ പണിയെടുക്കുന്ന ആളുകൾ. നല്ലോണം ആലോചിച്ചോളി. നിന്നെ അവിടെ ഇരുത്തിയത് റബ്ബാണെങ്കിൽ, ആ ഇസ്സത്ത് നിനക്ക് നൽകിയത് റബ്ബാണെങ്കിൽ അവിടുന്ന് താഴെ ഇറക്കാൻ റബ്ബിനറിയാം. നിന്നെ ചിരിപ്പിച്ചത് റബ്ബാണെങ്കിൽ നിന്നെ കരയിപ്പിക്കാൻ റബ്ബിനറിയാം. ആ ബോധ്യം ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നേതൃ പദവിയിൽ ഇരിക്കുന്നവന്റെ ക്വാളിറ്റി എന്താണെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പറയുന്നുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹു. അള്ളാഹിന്റെ റസൂലല്ലേ ഏറ്റവും ഉന്നതമായ പദവിയിൽ ഇരുന്ന ആള്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാം, നീ ഏറ്റവും നല്ല സ്വഭാവമുള്ളതായതുകൊണ്ടാണ് നിന്റെ ചുറ്റിലെ ആളുകൾ നിൽക്കണമെന്നുള്ള. അപ്പൊ അതിന്റെ ക്വാളിറ്റി എന്താ? ഒരു നേതൃത്വ സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാകണം. നീ പരിശ സ്വഭാവിയാണെങ്കിൽ നിന്നെ വിട്ട ആളുകൾ ഓടി അകലുമെന്ന, അതുണ്ടാകാൻ പാടില്ല. പിന്നെ പറഞ്ഞു ഫഅഫു അൻഹും, അവർക്ക് നീ മാപ്പ് കൊടുക്കണം. നിന്റെ അധികാരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ നീയാണ് അവർക്ക് മാപ്പ് കൊടുക്കേണ്ടത്. തിരുത്താനുള്ള അവസരം നീയാണ് കൊടുക്കേണ്ടത്. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ പറഞ്ഞു വശാവിർഹും ഫിൽ അംരി, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് കൂടി ആലോചിക്കുക. അത് ഞാനുണ്ട് ഇവിടെ, എനിക്കറിയാം എങ്ങനെ കൊണ്ടുനടക്കാന്നുള്ളത്. നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല. വിശ്വാസികളാണോ നമ്മൾ? പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തെങ്കിലും അഭിപ്രായം എന്തിലൊക്കെ ഉണ്ടെങ്കിൽ പറയണട്ടോ, അല്ലെ? എന്തൊരു നല്ല മനസ്സാ സുഹൃത്തുക്കളെ, അത് എത്ര വിനയുള്ള മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. അങ്ങനെ ആകണമെന്നാ പറയണത്. നമ്മൾ എത്ര ഉണ്ടെങ്കിലും നമ്മുടെ വാപ്പാനിമ്മാക്കുന്ന ഒരു അക്ഷരാഭ്യാസം ചിലപ്പോൾ ഉണ്ടാവൂല, എന്നാലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവരോട് കൂടി ചോദിച്ചു, ഉമ്മ ഞാൻ ഇന്നൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, അതിനൊന്നൊരു സാധനം ചിലപ്പോൾ ഒന്നും തിരിഞ്ഞോളുന്നുണ്ടാവില്ല. നമ്മൾ പറയുന്ന ടേംസും കണ്ടീഷൻസും ഒന്നും അതിന് മനസ്സിലാകുണ്ടാവില്ല. എന്നാലും പറയുന്ന കുട്ടിക്ക് നല്ലത് വരുത്തുള്ളൂ, മതി. പക്ഷെ ആ പരിഗണന ഉണ്ടല്ലോ, അതൊരു വിനയത്തുനിന്നുണ്ടാകുന്ന സംഗതിയാണ്. ഓൽക്കൊക്കെ എന്താ എഴുത്ത് വായന അറിയാം, അല്ലേ? അവരൊക്കെ ഇവിടെ പള്ളിക്കൂടം കണ്ടിട്ടുള്ളത്, എന്നിട്ട് ബെനിബന്റെ എഡ്യൂക്കേഷൻ പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വമ്പ സംഭവമാക്കിയിട്ട് ഇങ്ങനെ പോണ ഗർവുണ്ടല്ലോ, അതൊരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ വിനയപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, നിന്റെ കരുണയുടെ ആ ചിറക് അവർക്ക് നീ എപ്പോഴും താഴ്ത്തി കൊടുക്കണമെന്നാണ്. അവർക്ക് നീ എപ്പോഴും താഴ്ത്തി കൊടുക്കണം. നീ എത്ര ഉന്നതമായ സാമ്പത്തിക നിലവാരത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും, നീ എത്രത്തോളം അറിവ് നേടിയ ആളാണെന്നുണ്ടെങ്കിലും, ഒന്നുപോലുമില്ലാത്ത നിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ നീ ശിശുവാണ്, കുട്ടിയെന്നാണ് അവൻ നിന്നെ വിളിക്കുന്നതെങ്കിൽ അവരുടെ മുമ്പിൽ ആ കുട്ടിത്തം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തുമൊക്കെ വിനയത്തിന്റെ മകുടോദാഹരണങ്ങളായിരുന്നു സുഹൃത്തുക്കളെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ പദവി അലങ്കരിക്കുമ്പോഴും വീട്ടുകാരെ ജോലിയിൽ സഹായിച്ചിരുന്നു. സ്വഹാബാക്കൾ ആരെങ്കിലും കാണാതിരിക്കും വീട്ടിൽ പോയിക്കൊണ്ട് അന്വേഷിച്ചിരുന്നു. കുട്ടികളുമായി കൊണ്ട് കൂട്ടുകൂടിയിരുന്നു. അവരോട് ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടിരുന്നു. ആര് ക്ഷണിച്ചാലും പോകുമായിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ വീട്ടിലെ ആടിനെ കറക്കുകയാണ്. എന്താ നിങ്ങൾക്ക് അവിടത്തെ പണി ഉണ്ടാകുമ്പോൾ ഇതിന് നിൽക്കുന്ന ചോദിച്ചപ്പോൾ, എനിക്ക് കിട്ടിയ സ്ഥാനം കൊണ്ട് എന്റെ ഒരു നോർമൽ ലൈഫിൽ ഒരു മാറ്റം വരാൻ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി നല്ല തിരക്കുള്ള സമയത്തും സ്വന്തം വെള്ളം വീട്ടിങ്ങനെ ചുമറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ലാ യംബഗി ലക ഹാദാ, ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട പണിയല്ലല്ലോ, ഇതിനൊക്കെ ഇവിടെ പരിചാരകരില്ല എന്ന അർത്ഥത്തിൽ ഖലീഫയാണ് വെള്ളം ചുമന്നു പോണത്. അവിടെ പറഞ്ഞ വാക്കെന്താ? ഫഖാല ലമ്മ ആതാനി അൻഫൂദ് സാമിഈന മുതീഈന ദഖൽതു ഫീ നഫ്സി നഖ്വതുൻ ഫഅറദതു അൻ ഉകസിറഹ. ഞാനിങ്ങനെ ഖലീഫയായപ്പോഴേ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കാനും അനുസരിക്കാനും നിൽക്കുന്ന ഒരു വൻ സംഘം എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാനൊക്കെ അത്യാവശ്യം ഉഷാറായിട്ടുണ്ട് എന്നൊരു ചെറിയ ചിന്ത ഇങ്ങനെ വരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം, അത് ഞാൻ പൊളിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നത്. അതാണ് സുഹൃത്തുക്കൾ നമ്മുടെ സ്റ്റാൻഡ്, അതാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് നമ്മൾ എത്ര ഉയരത്തിൽ പറക്കുകയാണെങ്കിലും ഉയരത്തിൽ പറക്കാനുള്ള അവസ്ഥ റബ്ബാണ് നമുക്ക് നൽകിയതെന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടെ ഒരു വിനയത്തിന്റെ ഉടമകളായിക്കൊണ്ട് മാറാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് നമ്മൾ ആവശ്യപ്പെട്ടതും പ്രതീക്ഷിക്കുന്നതുമൊക്കെ അതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചതും ജീവിതത്തിലൂടെ കാണിച്ചതും അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ولجميع المسلمين واستغفر من كل ذنب إنه هو الغفور الرحيم. الحمد لله وحده
വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായ വിനയം എന്നൊരു സ്വഭാവത്തെ നമ്മൾ അണച്ചു പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളെക്കുറിച്ച് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നതിൽ ഒന്നാമത്തത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ കഴിയുമെന്നാണ്. വിനയമുള്ളവരെയാണ് റഹ്മാനായ റബ്ബിന് ഇഷ്ടം. അഹങ്കരിച്ചുകൊണ്ട് പൊങ്ങച്ചെന്നടിച്ച് ശുക്രില്ലാതെ ജീവിക്കുന്നവരെ റബ്ബിന് ഇഷ്ടമില്ല. അതില്ലത്തിൻ അലൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആ ഒരു വിനയത്തോടു കൂടെ നടക്കുന്ന ആളുകളെയാണ് റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ മെച്ചം എന്താണെന്നറിയോ? അല്ലാഹു നമുക്ക് എന്തൊരു അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. വിനയമുള്ള ആൾക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അൻഅമ അല്ലാഹു അലാ അബ്ദിൻ മിൻ നിഅമത്തിൻ ഫിദ് ദുനിയ ഫശകറഹാ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഒരു മനുഷ്യന്റെ അടിമക്ക് ഒരു ഖൈറ് കൊടുത്തു. ആ മനുഷ്യൻ അല്ലാഹുക്ക് ശുക്ർ കാണിച്ചിട്ടുണ്ടെങ്കിൽ വതവാലഅ ബിഹാ, ശുക്ർ കാണിച്ചു, പിന്നീട് അത് മുഖേന വിനയം കാണിച്ചു. കിട്ടിയ അനുഗ്രഹം റബ്ബ് തന്നതാണെന്ന് ഉത്തമമായ ബോധത്തോടു കൂടെ അത് വെച്ചിട്ട് ഒരാളുടെ പിന്നെ മുൻപിൽ പോയിട്ടും ഷോ കാണിക്കാതെ പെരുമ കാണിക്കാതെ അദ്ദേഹം ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ വതവാലഅ ബിഹാ ലില്ലാഹ് ഇല്ലാ അഅതാഹു അല്ലാഹു നഫ്അഹാ ഫിദ് ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു ഉപകാരം ആ മനുഷ്യർക്ക് ഭൂമി ലോകത്ത് കൊടുക്കുമെന്നാണ്. വറഫഅ ബിഹാ ദറജതൻ ഫിൽ ആഖിറ, അത് മുഖേന റഹ്മാനായ റബ്ബ് അവൻക്ക് പദവി പരലോകത്ത് ഉയർത്തി കൊടുക്കുമെന്നും നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, മാ നഖസത്തു സദഖത്തും മിൻ മാലിൻ, സദഖ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരാളുടെയും ധനം കുറഞ്ഞിട്ടില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരു മനുഷ്യൻ ആളുകൾക്ക് വിട്ടുകൊടുക്കുന്നു, മാപ്പ് കൊടുക്കുന്നു എങ്കിൽ അവൻക്ക് അത് മുഖേന പ്രതാപമല്ലാതെ വർദ്ധിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹു റസൂൽ പറയാണ്, വമാ തവാലഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടിയിട്ട് പരലോകം കൊതിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വിനയപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മുമ്പിൽ താന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻക്ക് അല്ലാഹു ഉയർച്ചയല്ലാതെ വേറെയൊന്നും സമ്മാനിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാലാമതായി കൊണ്ട് പറഞ്ഞു, സ്വർഗ്ഗം അവരുടെ സങ്കേതമായിരിക്കുമെന്ന്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അതാണ്, തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറുൽ ആഖിറ نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ആ പരലോക ആ ഭവനം അല്ലെ, അത് ആർക്കാണ്? നജ്അലുഹ, നാം അതിനെ സംവിധാനിച്ച് ലില്ലദീന, ഒരു കൂട്ടർക്കാണ്. ഏതാ കൂട്ടർ? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമി ലോകത്തെ യാതൊരുവിധ പൊങ്ങച്ചവും കാണിക്കാതെ വിനയത്തോടുകൂടെ നടക്കുന്ന, ഒരു കുഴപ്പം ഫസാദൊന്നും തന്നെ കൊണ്ട് ഉണ്ടാകരുത് എന്ന നിലയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് ഞാൻ ആ പരലോകത്തെ സ്വർഗമെന്ന സങ്കേതം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വളരെ ക്ലിയർ ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതാണ് നമുക്ക് വേണ്ടത്. സ്വർഗമാണ് നമ്മുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യമെങ്കിൽ സ്വഭാവത്തെ, സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തിൽ നാം അത് ക്ലിയറായി പഠിച്ച് മനസ്സിലാക്കി ഫോൾട്ടുകൾ എന്തെന്ന് കണ്ടെത്തി തിരുത്തി എഴുതാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കൃത്യമായ ബോധം വേണം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കുള്ളൊരു സ്കില്ല് പുറത്തെടുക്കാനോ അതൊരു പിന്നെ നമുക്കുള്ളൊരു കഴിവ് എനിക്കതിന് കഴിയുമെന്ന് പറയുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നും വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നുണ്ട്, ഭക്ഷ്യവകുപ്പിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കും, ഞാനത് ക്ലിയർ ആയിക്കൊണ്ട് ചെയ്തോളാം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതൊരു ഉത്തരവാദിത്തത്തോടുകൂടെ ഏറ്റെടുക്കണം തന്നെ പറഞ്ഞു. വിനയം കാരണം ഒളിച്ചോടാൻ പാടില്ല, എനിക്ക് അഹങ്കാരം വരും അതുകൊണ്ട് വാക്കുകൾ ചെയ്തോട്ടെ എന്നല്ല നമ്മൾ പറയേണ്ടത്. മറിച്ച് നമ്മൾ ചെയ്താൽ അത് ശരിയാവും നമുക്ക് തോന്നുന്നുണ്ടോ, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, ആ കാര്യം ചെയ്യുന്നതിനെ കൊണ്ടൊന്നും അതിനൊന്നും ഇത് തടസ്സമല്ല എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. യുദ്ധമുണ്ടോ, അതിന്റെ മുൻപിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഉള്ള കാര്യങ്ങൾ അത് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതിലൊന്നും ഒരഹങ്കാരമോ ഒന്നുമില്ല. മറിച്ച് എന്നാൽ ഇതൊക്കെ എനിക്ക് റബ്ബ് തന്നതാണെന്ന പരിപൂർണമായ ബോധ്യത്തോടു കൂടെ ആരെയും ചെറുതായി കാണാതെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ ഒട്ടേറെ ദഅവാ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ച നമ്മുടെ ചെറിയ മക്കൾക്ക് വേണ്ടി നമ്മൾ നടത്തി. അൽഹംദുലില്ലാഹ് ഒരുപാട് മക്കൾ അവിടെ വരാനും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അവർക്ക് ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ജനുവരി 2 നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഗേൾസ് ഗാദറിംഗ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം, വളർന്നു വരുന്ന നമ്മുടെ പെൺകുട്ടികളെ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കളായിരിക്കും ഏറ്റവും കൂടുതൽ ആദിയോടുകൂടെ ജീവിക്കുന്നത് എന്നൊരു സത്യമാണ്. ഇൻഷാ അല്ലാഹ് അവർക്ക് കൊടുക്കേണ്ട ഈ ഒരു സമയത്ത് അവർക്ക് കിട്ടേണ്ട കൃത്യമായ ഒരു അധ്യാപനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരാഴ്ച പ്രോഗ്രാം നടക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ അതിന് പുറത്ത് സജ്ജീകരിച്ച അക്കൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. ലഘുലേഖ നമ്മൾ വായിക്കണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു പ്രായത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അവരെ എത്തിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ദീനീപരമായ ഉദ്ദേശങ്ങളും ദഅവാ പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിയിരുത്തി തരണമേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك.